ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാ അമ്മമാരുടെയും ചിന്താഗതിയായിരിക്കും നാളെ രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് ചോറിന് കറി എന്തുണ്ടാക്കണം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, തലേദിവസം തന്നെ ആലോചിച്ച് വെക്കും രാവിലെ ഇന്ന കറി ഉണ്ടാക്കണം, ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പവും കിഴങ്ങ് കറിയാണ്. അതിനായിട്ട് ഞാൻ കിഴങ്ങ് എടുത്ത് നല്ലോണം അരിഞ്ഞ് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണം ഉണ്ടായി, അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനത് ഇടുകയും ചെയ്തു. ക്യാരറ്റ് പിന്നെ നല്ലതാണല്ലോ, കണ്ണിന് നല്ലതാണല്ലോ, വെറുതെ വേസ്റ്റൊക്കെ കളയണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടിയപ്പത്തിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ആദ്യം വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇളക്കാനുള്ള എളുപ്പത്തിനാണ്. എന്നിട്ട് അരിപ്പൊടി എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മഞ്ഞ കളർ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കളറിൽ ഓരോ ഐറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മഞ്ഞ കളറിൽ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈ മഞ്ഞപ്പൊടി ഇട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല ഇടിയപ്പത്തിന്. സാധാ ഇടിയപ്പം കഴിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ആ വെള്ളം എടുത്തിട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇടുവാണ്. എന്നിട്ട് നല്ലോണം സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യണം. ഒരുവിധം വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് കുഴച്ച് തുടങ്ങാം. കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം പൊള്ളാണ്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുഴച്ചുകൊണ്ടിരിക്കരുത്. ഇടയ്ക്ക് നമ്മൾ കൈ മാറ്റിയൊക്കെ കുഴച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റിയെന്നിരിക്കില്ല. എനിക്ക് തന്നെ നല്ലോണം പൊള്ളുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പൊള്ളുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പൊള്ളലങ്ങോട്ട് സഹിച്ചുകൊണ്ട് പിന്നെ കുഴയ്ക്കുകയാണ് നമ്മൾ. പിന്നെ പെണ്ണുങ്ങൾ വേദന സഹിക്കാൻ പിന്നെ പഠിച്ചവരാണല്ലോ. കുഴച്ചിട്ടുണ്ട്, നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സേവനാഴി എടുത്തിട്ട് നമ്മൾ ആ ഇടിയപ്പം അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ലോണം മുറുക്കിയിട്ട് പിരിച്ചെടുക്കുക. നമുക്ക് പിന്നെ പെണ്ണുങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അതേ നല്ലോണം ഞാൻ മുറുക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യം ആ തട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണേ. ഇവിടെ ആർക്കും പൊതുവെ തേങ്ങ ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നുമല്ല, അപ്പോൾ കുറച്ച് മതിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കണത്. അല്ലെങ്കിൽ തേങ്ങ വെറുതെ കളയണ്ടല്ലോ, തേങ്ങയ്ക്കൊക്കെ എന്താ വില. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം പിരിച്ചെടുക്കുകയാണ്. ഇതിലത്ര പാടൊന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന സേവനാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിരുന്നു. ഞാനും അമ്മയും കൂടെ കൂടിയിട്ടാണ് അത് ഇതുപോലെ ഇടിയപ്പം ആക്കിക്കൊണ്ടിരുന്നത്. കുറേ സമയം പോകുമായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാൻ. ഇപ്പോൾ എനിക്ക് സിമ്പിളായതുകൊണ്ട് അതുകൊണ്ട് അധികം സമയം കളയണ്ടാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പിരിച്ച് 4 ഭാഗത്തും നന്നായിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലിത്തട്ട് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ച് അടച്ച് ആവി കയറ്റാൻ വെച്ചേക്കുവാണ്. പിന്നെ പാല് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പാലിവിടെ രാവിലെ തന്നെ ഒരു 6:30 ആ ഒരു ടൈമിൽ പാല് വരുന്നതാണ്. എന്നിട്ട് പിന്നെ ദേ ചായപ്പൊടി ഇട്ടു, ചായ തിളച്ച് മാറ്റി വെച്ചു. അതിന് ശേഷം ഇനി നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ. കറി ഇല്ലാണ്ട് പിന്നെ ഇടിയപ്പം കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അല്ലെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത്രയും സമയം പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീഞ്ചട്ടി വെച്ചു, കടുകിട്ടു, മറ്റേ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് മൂപ്പിച്ചു. അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇടുകയാണ്. ഉരുളൻകിഴങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മഞ്ഞ കളറിലുള്ള കറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ മഞ്ഞ ഇടിയപ്പവും മഞ്ഞ കിഴങ്ങ് കറിയും ഇതാകുമ്പോൾ പിന്നെ നല്ലൊരു ഭംഗിയാണല്ലോ, ഫുൾ മഞ്ഞ കളറിലിരിക്കും. പിന്നെ അധികം അങ്ങനെ എരിവൊന്നുമില്ല. കളർഫുള്ള് വേണമെങ്കിൽ ആക്കാം. അതിന് പകരം മുളക് പൊടി കുറച്ചിട്ടിട്ട് നമുക്ക് കളർഫുള്ളാക്കാം. അതെ, നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസം, വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു, അടുത്ത വീഡിയോ കാണാം.